ഡോക്ടർ ശശി തരൂര് ഏത് വഴിക്ക് തിരിയും ആർക്കും പിടികൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഒരുപക്ഷെ തരൂരിനെ എതിർക്കുന്നത് കൂടുതലായിട്ടും വരുന്നത് മുരളീധരനാണ് ഒന്ന്. ഇടയ്ക്കിടയ്ക്ക് രാജ്മോഹൻ ഉണ്ണിത്താനും. ഈ മുരളീധരൻ്റെ എതിർപ്പിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അല്ല, ഇത് ശശി തരൂരിൻ്റെ വഴി ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ശശി തരൂരിൻ്റെ വഴി തരം പോലെയാണ്. അത് എങ്ങോട്ട് തിരിയുമെന്നുള്ളത് ആർക്കും പിടിയില്ല. മുരളീധരനും ഒരു പക്ഷേ ഭയം കാണും, ഇവിടെ വന്ന് വീണ്ടും അദ്ദേഹം ഒരു പ്രധാനിയായിട്ടിങ്ങനെ നിന്നാൽ, അല്ലെങ്കിൽ AICCയുടെ ഒരു പ്രധാന ആളായിട്ട് കേരളത്തിലേക്ക് എങ്ങാനും കളം മാറ്റി ചവിട്ടിയാൽ അത് കോൺഗ്രസിനകത്ത് നിന്നാണെങ്കിൽ തനിക്കൊരു ഭീഷണിയാണ് എന്ന് കാണും. കാരണം ഒരു സവർണ ഹിന്ദു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്നവരുടെ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഒരു നായരെ ഇവിടെ എടുക്കുന്നു, അപ്പോൾ അതുപോലെ നിൽക്കുന്ന മറ്റൊരാളെ എടുത്താൽ എങ്ങനെയെന്നൊക്കെയുള്ള പല ചിന്തകളും വന്നേക്കാം. അതിനേക്കാൾ ഉപരി അദ്ദേഹം ചിന്തിക്കുക, കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റോ കുഴപ്പമോ കണ്ടു കഴിഞ്ഞാൽ അതിനാദ്യം വാൾ വീശുന്നത് ഞാനായിരിക്കണം എന്ന് നിർബന്ധമുള്ള ആളാണ് കെ മുരളീധരൻ. അദ്ദേഹം അതിന് നാക്കും വാക്കും ഒക്കെ ഉപയോഗിക്കാൻ മിടുക്കുള്ള ആളുമാണ്. അപ്പോൾ അതും കൂടെ അദ്ദേഹത്തിനടുത്ത് കാണും. കേരളത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ആദ്യം ഇടപെടുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ KPCC പ്രസിഡന്റ് ആരാകണം എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന പേര് പലപ്പോഴും കെ മുരളീധരൻ്റെയാണ് ഇപ്പോഴും. പിന്നെ അത് ഹൈക്കമാൻഡ് സമ്മതിക്കാറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ കേരളത്തിൽ നാളെ മുഖ്യമന്ത്രി ആകേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ കെ മുരളീധരൻ്റെ പേര് പലപ്പോഴും പലരും മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കഴിവുള്ള ഒരാൾ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടത്. അതുപോലെ വാക്ചാതുര്യമുള്ള ഒരാളാണ്, അതുപോലെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തും കേരളത്തിൽ പൊതുവേ. അപ്പോൾ കെ മുരളീധരൻ പറയുന്ന വാക്കുകൾ പല തലങ്ങളിൽ ബന്ധിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. അദ്ദേഹം മറ്റുള്ളവരെ പോലെ പതുങ്ങിയിരുന്ന് എന്തെങ്കിലും മൂളിയിട്ട് പോകുന്ന ആളല്ല. എപ്പോൾ എന്ത് കണ്ടാലും തുറന്നു പറയുന്ന ഒരാളും കൂടെയാണ്. അതൊരു പക്ഷേ ഹൈക്കമാൻഡിനും ഇഷ്ടപ്പെടും. കാരണം തരൂരിൻ്റെ ഇപ്പോഴത്തെ നീക്കം കോൺഗ്രസ്സിലെ സാധാരണക്കാരന് മാത്രമല്ല, ദേശീയ നേതൃത്വത്തിനും വലിയ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആർക്കും നിശ്ചയമില്ലാത്തൊരു അവസ്ഥയിലാണ്. അദ്ദേഹം നമ്മുടെ പാർട്ടിയിലുണ്ടോ എന്ന് കെ മുരളീധരൻ ചോദിച്ച പോലെയാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയുടെ ആളാണ്, UWCയിലുണ്ട്. പക്ഷേ നമ്മുടെ ഒപ്പം ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂറങ്ങും ചോറിങ്ങും, അല്ലെങ്കിൽ ചോറുമില്ല, കൂറും ചോറും അങ്ങ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കസേര മാത്രമേ ഇപ്പുറത്തുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഇനി പാർലമെൻ്ററി സെഷൻ വരാൻ പോവുകയാണ്, ഇപ്പോൾ തുടക്കുകയാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും നോക്കിക്കാണേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ ശശി തരൂർ നമുക്ക് വലിയ വിനയാവുമല്ലോ എന്നുള്ളത് ഓരോ കോൺഗ്രസ്സുകാരനും ചിന്തിക്കുന്ന പോലെ ഡൽഹിയിലും തല പുകഞ്ഞ് ചിന്തിക്കുകയാണ്. പക്ഷേ എങ്ങനെ പുറത്താക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു വിഷമമുണ്ട്. കാരണം ഇതുവരെ ചെയ്തതൊന്നും പാർട്ടി വിരുദ്ധമാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ, ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി പറയുന്നു, രാഷ്ട്രം ഒന്നാമത്, രാഷ്ട്രം പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഘടകം മാത്രമാണ് പാർട്ടി എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ വ്യാഖ്യാനം. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടൊക്കെ ചിലപ്പോൾ പറയേണ്ടി വന്നാൽ പറയണം എന്നുള്ള ഒരു ശൈലിയാണ് ശശി തരൂർ കൊണ്ടുപോകുന്നത്. അത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഹൈക്കമാൻഡ് ഇദ്ദേഹത്തെ അധികം അങ്ങോട്ട് പ്രകോപിപ്പിക്കേണ്ട എന്നാണ് പറയുന്നത്. പ്രകോപിച്ചാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. അദ്ദേഹത്തിന് പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. പുറത്താക്കിയാൽ അദ്ദേഹം കൊടിയും തെറ്റി നേരെ അപ്പുറത്തോട്ട് പോകും. BJPയും ഉദ്ദേശിക്കുന്നതാണ്, താങ്കൾ അവിടെ നിൽക്കുക, അവിടെ നിന്ന് മാക്സിമം നമുക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അല്ല, ഇപ്പം എന്തായിരിക്കും സംഭവിക്കാം? തരൂരിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അതെ, അതിനിപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും
അറ്റുപോകാത്ത ഒരു സ്ഥലം കേരളം മാത്രം. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവൻ തൂത്തെറിയപ്പെട്ടപ്പോഴും കേരളത്തിൽ നിന്ന് 20-ൽ 20 അവർ പിടിച്ചു എന്നുള്ളതാണ്. 19 അല്ല, 20-ൽ 20 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞു. അതുപോലെ ഏത് ഘട്ടകാലത്തും കോൺഗ്രസ്സിന് 45 സീറ്റ് ഉള്ളപ്പോഴും ഇവിടെയാണ് അതിൽ കൂടുതൽ സീറ്റുകളും ഇവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ 14-ഉം 15-ഉം ഒക്കെ സീറ്റുകൾ ഇവിടുന്ന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കർണാടകയെക്കാളും ആന്ധ്രയെക്കാളും, മുമ്പ് ആന്ധ്ര അതുപോലെയാണ് നിന്നിരുന്നത്, പക്ഷേ ഇപ്പോൾ കർണാടകയെക്കാളും ആന്ധ്രയെക്കാളും തെലുങ്കാനയെക്കാളും ഒക്കെ സുരക്ഷിതം ആയിട്ട് ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ തോറ്റാൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കും, നോർത്ത് ഇന്ത്യയിൽ പച്ച പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കും. ഇനി നാളെ ഒരു പക്ഷേ സോണിയാഗാന്ധിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സോണിയാഗാന്ധി ഇവിടെ തന്നെ വന്ന് മത്സരിച്ചേനെ എന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന് ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരികയാണ്. 2025 നവംബർ ആകുമ്പോഴേക്കും നമുക്ക് ഒക്ടോബർ ആകുമ്പോഴേക്കും നമുക്ക് പുതിയ ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് 22,000 സ്ഥാനങ്ങളിലേക്ക് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് കയറിപ്പറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കോൺഗ്രസ്സിന് അധികം വിട്ടുകൊടുത്താൽ 26-ലേക്കുള്ള അവരുടെ പാത ദുർഘടമായി തീരും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തരൂരിനെ ഇപ്പോൾ കൂടുതൽ വിഷമിപ്പിക്കാത്തത്. ഇനി രണ്ടാമത്തേത്, 2026-ൽ അദ്ദേഹം ഇവിടെ ഒരു അപ്പുറത്തോട്ടങ്ങനെ വിട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ, അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി തരൂർ കോൺഗ്രസ് മറ്റും ഉണ്ടായിക്കൊണ്ട് വന്നാൽ ഇവിടെ അതും കോൺഗ്രസ്സിന് വലിയ തലവേദനയായിട്ട് മാറും. രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും ഒന്നിച്ചു നിന്നുകൊണ്ട് NDA നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമാകും. കോൺഗ്രസ്സിൽ ഒരുപാട് പേര് ചിലപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഒരു ചാഞ്ചാട്ടത്തിന് ശ്രമിച്ചേക്കുമോ എന്നും ഭയക്കുന്നുണ്ട്. അതിന് പച്ചക്കൊടി കോട്ടാൻ നരേന്ദ്രമോദിയും അമിത്ഷായും നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായെന്നും വരാം. ഇപ്പോൾ സാമുദായിക പിന്തുണ തരൂരിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം തന്നെ 25, 26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന ഒരു ക്രൈസ്തവ സമ്മേളനത്തിൽ തരൂർ മുഖ്യാതിഥിയാണ്. അതുപോലെ പാലയിൽ നടക്കുന്ന ഒരു ക്രൈസ്തവ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ജോസ് കെ മാണിയും അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലും തരൂര് മുഖ്യാതിഥിയാണ്. അതാണ് കോൺഗ്രസ്സുകാർക്ക് പറ്റിയ ഒരു അബദ്ധവും. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, തരൂർ വെറും തരികിടയാണെന്ന് ചിലർ പറയുന്നെങ്കിലും തരൂർ അങ്ങനെയല്ല. തരൂർ ഒന്നാന്തരം ഒരു തറവാടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആണ് അദ്ദേഹത്തിന് ചെല്ലുന്ന സ്ഥലങ്ങളിൽ കിട്ടുന്ന സ്വീകരണം. അത് കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എടുത്ത് തള്ളാൻ പറ്റാത്തൊരു സാധനമായി നിർത്തിയിട്ടുണ്ട്. യുവാക്കൾക്കിടയിൽ, സ്ത്രീജനങ്ങൾക്കിടയിൽ, മധ്യവർഗക്കാർക്കിടയിൽ ഒക്കെ ശശി തരൂരിനൊരു പിന്തുണയുണ്ട്. അപ്പം പിന്തുണയെല്ലാം വോട്ടായി മാറുമെന്ന് ചോദിച്ചാൽ അത് വോട്ടാകണമെങ്കിൽ അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച്, പാർട്ടി രൂപീകരിച്ച് വോട്ടാക്കാനുള്ള കഴിവൊന്നും ശശി തരൂരിനില്ല. പക്ഷേ ശശി തരൂരിനെ അത്തരത്തിലുള്ള ഒരു സ്ഥാനത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം അത് തൻ്റെ വാക്ചാതുരി കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കും ഇന്ന മുന്നണിയുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കുറേ വോട്ടുകൾ അവിടെ വീഴും. നമ്മൾ കണ്ടില്ലേ 2023 AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിക്കുന്നു പറഞ്ഞപ്പം തലയ്ക്ക് ഓളമുണ്ടോ എന്ന് ചോദിച്ചവർ വരെ ഉണ്ട് കോൺഗ്രസിനുണ്ട് അല്ലേ. ഇയാൾക്ക് 4-3-7 സീറ്റ് കിട്ടിയ 7 വോട്ട് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ എത്രയാ? 10%-ത്തിലധികം വോട്ട് അദ്ദേഹം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ പലരും വോട്ട് ചെയ്തില്ല. പക്ഷേ ആൾ ഇന്ത്യ ബേസിൽ അദ്ദേഹം മല്ലികാർജുന ഖാർഗെയ്ക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച രീതിയിൽ ആ ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു. 10%-ത്തിൽ കൂടുതൽ വോട്ട് അദ്ദേഹം നേടിയെടുത്തു. 1000-ലധികം വോട്ടുകൾ നേടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഒരു ബേസും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരിടത്തും വലിയ ക്യാമ്പയിനും നടത്തിയില്ല. എല്ലായിടത്തും ഇറങ്ങും, എല്ലാ ഓഫീസിലൊക്കെ ഒന്ന് കയറും. ആ കയറുന്നിടത്തൊക്കെ ആ ഓഫീസ് പൂട്ടിയിടാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത്. കാരണം AICCയുടെ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി കിടക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വാതിൽ പോലും തുറന്നു കൊടുക്കാതെയാണ് പലരും പ്രവർത്തിച്ചത്. എന്നിട്ട് അതേ എയർപോർട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടൊക്കെ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് 1000 ചില്ലുവാനും വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നിവൃത്തിയില്ലാതെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടിരുത്താനും കാര്യം. കാരണം ഇതിങ്ങനെ വെളി കളയാനും പറ്റില്ല, ഇത്രയും വോട്ട് പിടിച്ച ഒരാൾ. അപ്പോൾ അങ്ങനെയാണ് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുത്തിയത്. അതുകൊണ്ട്
BJPയും ഈ ഒരു ലക്ഷ്യമാണ് കാണുന്നത്. ഇദ്ദേഹത്തിന് ഒരു മുന്നണിയും ഒരു പാർട്ടിയും നയിച്ചുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇദ്ദേഹത്തിനെ തലപ്പത്തിരുത്തുക, ബാക്കി സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരു തരൂർ കോൺഗ്രസ് രൂപപ്പെട്ടാലും അത് BJP ഗുണമാകുമെന്ന് ദേശീയ തലത്തിലും ഗുണമാകും, സംസ്ഥാനത്തിൽ വളരെ അധികം ഗുണമാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഈ 30 സീറ്റിൽ BJP ഇപ്പോൾ മേൽക്കോയ്മയുള്ള 30 സീറ്റിലാണല്ലോ അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കാനായിട്ട് തരൂർ വന്നാൽ കഴിയും. അത് ക്രിസ്ത്യൻ വോട്ടുകൾ ഈ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്ന BJPക്ക് തരൂർ വന്നാൽ, തരൂർ ക്രിസ്ത്യാനി അല്ലെങ്കിൽ പോലും അത്തരം വോട്ടുകൾ കൂടി നേടിയെടുക്കാനും ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഈവൻ ചില മുസ്ലിം വോട്ടുകൾ പോലും, പിന്നെ ഇപ്പം BJPയുടെ കൂടെ ചേർന്നാൽ അത് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ പോലും, യുവാക്കളുടെ വോട്ട് യാതൊരു സംശയവുമില്ല, യുവാക്കളിൽ വലിയൊരു വിഭാഗം, സ്ത്രീകളിൽ വലിയൊരു വിഭാഗം, സ്ത്രീകളാണ് കേരളത്തിലെ വോട്ടർമാരിൽ ഏറ്റവും കൂടുതൽ. അതെ, അവരെയൊക്കെ ഇളക്കി മറിക്കുന്ന വിധത്തിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും ചില ആശയങ്ങൾ ഇട്ടുകൊടുക്കാനും കഴിവുള്ളയാളാണ് ശശി തരൂർ. അതുകൊണ്ട് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ കോമ്പിനേഷൻ വരികയും ശശി തരൂരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ മെട്രോമാൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞതിൻ്റെ 10 ഇരട്ടി എഫക്റ്റ് ശശി തരൂർ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ കിട്ടും. അത് BJP നാളെ ഉപയോഗിച്ചുകൂടായില്ല. അതിന് ശശി തരൂർ ഒന്നും ചെയ്യേണ്ട, ചുമ്മാതെ ഇരുന്നാൽ മതി. അവർ തന്നെ കസേര കൊണ്ട് ഇട്ട് തരും, മൈക്ക് വെച്ച് തരും, മൈക്ക് കയറി പ്രസംഗിക്കുക, കൈവീശുക. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആശയങ്ങൾ നല്ല സ്ഫുടമായിട്ട് പറയാൻ അദ്ദേഹത്തിന് അറിയാം, അത് അദ്ദേഹം പറഞ്ഞോളൂ. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഓളം സൃഷ്ടിക്കും, യാതൊരു സംശയവുമില്ല. 14 ജില്ലകളിൽ അദ്ദേഹം പോയി 14 വൻ റാലികൾ നടത്തി കേരളത്തിൻ്റെ വികസനം ഇന്ന രീതിയിൽ വേണമെന്ന് ശശി തരൂർ പറഞ്ഞാൽ അത് മറ്റാര് പറയുന്നതിനേക്കാൾ എഫക്റ്റീവായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നല്ലപോലെ അറിയാം, രാജീവ് ചന്ദ്രശേഖരനും അതിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതുവരെയുള്ള നീക്കങ്ങൾ കണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഉടനെ തിരിച്ചറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.